എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിക്കാഹ് കഴിച്ച് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. മക്കൾ നന്നാകണം, നല്ല മക്കളെ കിട്ടണമെന്ന് പറയുന്നവരോട് ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. ഈ കാണുന്ന സ്റ്റേജിൻ്റെ മുമ്പിൽ ഒരു വാഴ വെച്ചു. ആ വാഴ കുലച്ചു എന്നല്ലേ പറയുക, അല്ലേ? വാഴ ഇങ്ങനെ കുലച്ചു. ചെന്ന് നോക്കുമ്പോൾ വാഴക്കൊല പോരാ, ഉദ്ദേശിച്ചതുപോലെ അത്ര നല്ലതൊന്നും ആയിട്ടില്ല. ഉടനെ ഓടിച്ചെന്ന് മാർക്കറ്റിൽ ചെന്നിട്ട് നല്ല 18 വളം മേടിച്ചു കൊണ്ടുവന്നിട്ട് രാവിലെ ഈ വളം ഇടുന്നുണ്ട്, രാവിലെയും വൈകിട്ടും വെള്ളമൊഴിക്കുന്നുണ്ട്. എത്ര വളമിട്ടാലും എത്ര വെള്ളമൊഴിച്ചാലും ഈ കുലച്ച് നിൽക്കുന്ന കുല നല്ലതുപോലെ ആവുമോ? പറവാപ്പന്മാരാവോ? നിങ്ങൾ പറയാവോ? ഈ കുലച്ച് നിൽക്കുന്ന വാഴയ്ക്കകത്ത് കൊണ്ടുവന്ന് എത്ര വളവിട്ടാലും വെള്ളമൊഴിച്ചാലും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ആവുമോ? ഉറക്കപ്പറ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങളോടാ ചോദ്യം. ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? പറയടോ, എന്ത് ചെയ്യണമായിരുന്നു? ഞാനിത് പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് 5 നേരം നിസ്കരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ പേടിച്ച് നടക്കുന്ന മാതാപിതാക്കൾ ഉണ്ടല്ലോ, അവർക്കാണ് നല്ല മക്കൾ ഉണ്ടാകുന്നത്. അവരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത് എന്നല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഭാര്യമാരെ കുറിച്ച് ചിന്തിക്ക്. നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. അല്ലാഹുവിനെ ഭയം ജീവിച്ചിരുന്ന ഒരു മാതാവ് വളർത്തിയ മക്കളും ഇന്നുവരെ തലതിരിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്. ഉമ്മമാര് വളർത്തിയ പ്രവാചകന്മാരുടെ ചരിത്രം അറിയുമല്ലോ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മുതൽ എത്രയോ പ്രവാചകന്മാരെ ഉമ്മമാരാണ് വളർത്തിയത്. പടച്ചവനെ, നിങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രമാകട്ടെ, താബിഈങ്ങളുടെ ചരിത്രമാകട്ടെ, ഇമാമുമാരുടെ ചരിത്രമാകട്ടെ, ഔലിയാക്കന്മാരുടെ ചരിത്രമാകട്ടെ, നല്ല ഉമ്മമാര് വളർത്തിയ ഒരു മക്കളും ഇന്ന് വരെ തലതിരിഞ്ഞു പോയിട്ടില്ല. മഹാനായ ഖുത്ബുൽ ഖത്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉമ്മ വളർത്തിയ മകനായിരുന്നല്ലോ. ഇതുപോലെ നൂറുകണക്കിന് ചരിത്രങ്ങൾ വായിച്ചവരാ, പഠിച്ചവരാ, കേട്ടവരാ. നല്ല മാതാപിതാക്കൾ, അല്ലാഹുവിനെ ഭയമുള്ള മാതാപിതാക്കൾ, അവർക്കാണ് അല്ലാഹു നല്ല മക്കളെ കൊടുക്കുന്നത്. അവരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. എത്ര ചരിത്രമാണ് വേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങള്. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ മടിത്തട്ടിൽ വളരുന്ന ഒരു മക്കളും തലതിരിഞ്ഞു പോകില്ല. അവരാരെയും നാണം കെടുത്താറില്ല. അവര് മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കാറില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറഞ്ഞു തരാ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന യുവത്വത്തിൻ്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. ഹലാലാണെന്ന് ഉറപ്പുള്ള ഭക്ഷണമല്ലാതെ ഒന്നും സാബിത്ത് കഴിക്കാറില്ല. ഭക്ഷണം കഴിച്ച ദിവസങ്ങളായി സാബിത്ത് പട്ടിണിയിലാണ്. കിടന്നിട്ടുറക്കം വരുന്നില്ല. തൻ്റെ വീടിനകത്ത് കിടന്നിട്ടുറക്കം വരുന്നില്ല. അവസാന വിശപ്പ് സഹിക്കാൻ കഴിയാതെ സാബിത്ത് അവിടുന്ന് വീട് വിട്ട് വെളിയിലിറങ്ങുകയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒരു നേരത്തെ ആഹാരം തന്നാലോ സാബിത്ത് നടക്കുകയാ. പടച്ചവനെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നിട്ട് ഒരിടക്കൽ നിന്നും ഭക്ഷണം കിട്ടിയില്ല. അവസാനം സാബിത്തിന് നടക്കാൻ കഴിയാതെ ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ സാബിത്ത് അവിടുന്ന് പിടഞ്ഞ് താഴെ വീഴുകയാണ്. തളർന്ന് താഴെ വീഴുകയാണ്. ആ പുഴയോരത്തിങ്ങനെ തളർന്ന് കിടക്കുമ്പോ
വെള്ളത്തിലൂടെ ഒരാപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്, ഒരാപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ആപ്പിൾ കണ്ടപ്പോ വിശപ്പിന്റെ കാഠിന്യത്താൽ നുഅ്മാൻ ഇബ്നു സാബിത്ത് അവിടെന്നെടുത്ത് കഴിക്കുകയാ. ആർത്തിയോടെ പട്ടിണിയാണ്, വിശപ്പിന്റെ കാഠിന്യത്താൽ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിൾ എടുത്തിട്ട് സാബിത്ത് അവിടെന്ന് കഴിക്കുകയാണ്. ആപ്പിൾ കഴിച്ചു, അത് പൈറ്റിന്റെ ഉള്ളിലേക്ക് ചെന്നപ്പോ, ഒരൽപ്പം ഭക്ഷണം വയറിന്റെ അകത്തേക്ക് ചെന്നപ്പോ സാബിത്തിന്റെ ബുദ്ധി അവിടെ നിന്ന് വർക്ക് ചെയ്യുകയാണ്. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാഹ് ഇതാരുടേതാണെന്നറിയില്ലല്ലോ, ഇതാരുടേതാണെന്നറിയില്ലല്ലോ, അനുവാദം ചോദിച്ചില്ലല്ലോ, ഹറാം തിന്നുപോയല്ലോ, നരകത്തിന്റെ അവകാശിയായി പോയി റബ്ബേ, ഇനി എന്റെ ദുആ സ്വീകരിക്കൂല, എന്റെ അമലുകൾ സ്വീകരിക്കൂല, ഞാൻ നരകത്തിലാണ്. സാബിത്ത് നിലവിളിക്കുകയാണ്, മണ്ണുവാരി തലയിലിടുകയാണ്. എന്തിനാ വിശന്ന് പട്ടിണി കിടന്ന് തളർന്നു കിടന്നപ്പോ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു വിശപ്പിന്റെ കാഠിന്യത്താൽ ഒരു പഴമെടുത്ത് കടിച്ചതിന്റെ പേരിൽ സാബിത്ത് കടന്ന് നിലവിളിക്കുകയാണ്. എല്ലാവരും വിചാരിച്ചു ഭ്രാന്ത് പിടിച്ചെന്ന്. സാബിത്ത് ഓടുകയാണ്, പുഴയ്ക്കെതിരെ ഓടുകയാണ്. എവിടെ നിന്നാണ് ഈ പഴം വീണത്, എവിടെ നിന്നാണ് ഈ പഴം വീണത്? കിലോമീറ്ററുകളെ സഞ്ചരിച്ച് ചെല്ലുമ്പോ അല്ലാഹുവേ ഒരു തോട്ടം കാണുകയാണ്. അവിടെ നിന്നാണ് പഴം വീണതെന്ന് ഉറപ്പായി. സാബിത്ത് കരഞ്ഞുകൊണ്ട് തോട്ടത്തിനകത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. ഒരു മനുഷ്യനെ കണ്ടു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അറിയാതെ തിന്നുപോയതാണ്, എനിക്ക് പൊരുത്തം തരുമോ? എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പഴത്തിൻ്റെ പകുതി എൻ്റെ വയറ്റിനകത്തകപ്പെട്ടു പോയി, എനിക്ക് പൊരുത്തം തരുമോ? ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, പൊരുത്തം തരാൻ എനിക്ക് അവകാശമില്ല. കാരണം ഞാൻ ഇതിൻ്റെ തൊഴിലാളിയാണ്, മുതലാളിയല്ല, ഞാൻ ഇവിടത്തെ ജോലിക്കാരനാണ്. എങ്ങനെയാ നിനക്ക് പൊരുത്തം തരുന്നത്? സാബിത്ത് ചോദിക്കുന്ന മുതലാളിയുടെ വീടെവിടെയാ? സാബിത്ത് ചോദിക്കുകയാണ്, യജമാനന്റെ വീടെവിടെയാണ്? 3 ദിവസം രാവും പകലും സഞ്ചരിക്കണം. 3 ദിവസം രാവും പകലും സഞ്ചരിച്ചാല് എൻ്റെ ഉടമസ്ഥന്റെ വീട്ടിലേക്ക് ചെല്ലൂ. സാബിത്ത് പറഞ്ഞു, എത്ര പോകണമെങ്കിലും ഞാൻ തയ്യാറാണ്. അവസാനം പറഞ്ഞ അടയാളം വെച്ച് കരഞ്ഞുകൊണ്ട് ദിവസങ്ങളോളം സഞ്ചരിക്കുകയാണ്. അവസാനം ആ വീടിന്റെ മുമ്പിൽ ചെന്നപ്പോ ഒരു പ്രായമുള്ള മനുഷ്യനെ കാണുകയാ. കരഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുന്നു, പൊരുത്തപ്പെട്ട് തരണേ, എൻ്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും, എനിക്ക് നരകം ഭയമാണ്, എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പോകാൻ പേടിയാണ്. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കുമ്പോ ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാഹ് ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, ഇവൻ അല്ലാഹുവിനെ പേടിയുള്ളവനാണ്, ഇവനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. നിനക്ക് ഞാൻ പൊരുത്തം തരാം, പക്ഷേ നീ എൻ്റെ മകളെ വിവാഹം കഴിക്കണം, എൻ്റെ പൊന്നാര മകളെ നീ വിവാഹം കഴിക്കണം. അവൾക്ക് കണ്ണ് കാണൂല, അവൾക്ക് ചെവി കേൾക്കൂല, അവളുടെ കാലിന് സ്വാധീനമില്ല. അങ്ങനെയുള്ള എൻ്റെ പൊന്നുമോളെ നീ വിവാഹം കഴിച്ചാൽ നിനക്ക് ഞാൻ പൊരുത്തം തരാ സാബിത്തേ. സാബിത്ത് ചിന്തിച്ചു, അല്ലാഹ് ആഖിറമാണ് വലുത്, ആഖിറമാണ് വലുത്. പടച്ചവനെ വിവാഹത്തിന് സമ്മതിക്കുകയാണ്. നിക്കാഹ് കഴിഞ്ഞു. സദാ നുഅ്മാൻ ഇബ്നു സാബിത്ത് അതാ മണിയറയ്ക്കകത്ത് കടന്നു ചെല്ലുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് മണിയറയ്ക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. അവിടെന്ന് ചോദിച്ചു, എവിടെ? സുന്ദരിയായ പെണ്ണിനോട് നുഅ്മാൻ ഇബ്നു സാബിത്ത് ചോദിക്കുകയാണ്, കണ്ണ് കാണാത്ത ചെവി
ചെവിക്ക് കേൾവിയില്ലാത്ത, കാലിന് സ്വാധീനമില്ലാത്ത ഈ പാവപ്പെട്ട എൻ്റെ ഭാര്യ എവിടെ? ആ പെണ്ണ് പറഞ്ഞു, സാബിത്തേ, എൻ്റെ കണ്ണിന് കാഴ്ചയുണ്ട്, എൻ്റെ ചെവിക്ക് കേൾവിയുണ്ട്, എൻ്റെ കാലിന് സ്വാധീനമുണ്ട്. പിന്നെ എൻ്റെ പിതാവ് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ കണ്ണുകൊണ്ട് ഹറാം കണ്ടിട്ടില്ല. അല്ലാഹു കാണരുതെന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്നുവരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല. അല്ലാഹു പോകരുതെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഓർമ്മ വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ കാലുകൊണ്ട് നടന്നിട്ടില്ല. അവൾ അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണായിരുന്നു. അവൾ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിച്ചവളായിരുന്നു. പടച്ചവനെ, നുഅ്മാൻ ഇബ്നു സാബിത്തിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. ഈ പെണ്ണിനും അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ കുടുംബ ജീവിതം നടത്തിയപ്പോ, ഈ നുഅ്മാൻ ഇബ്നു സാബിത്തും ഈ പെണ്ണും കൂടെ കുടുംബ ജീവിതം നടത്തി. ഇവർ രണ്ടുപേരും കൂടെ കുടുംബ ജീവിതം നടത്തിയപ്പോ അല്ലാഹു അവർക്കൊരു മകനെ കൊടുത്തു. അല്ലാഹു അവർക്ക് രണ്ടുപേർക്കും ഒരു മകനെ കൊടുത്തു. ആ മകന്റെ പേരെന്തെന്നറിയുമോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ആ നുഅ്മാൻ ഇബ്നു സാബിത്തിന്റെ മകനായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല ഉമ്മമാർ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണുങ്ങൾ, നല്ല അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഉപ്പമാർ, അവർക്കുണ്ടാകുന്ന മക്കൾ നല്ലവരാടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൂറുകണക്കിന് ചരിത്രമാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ദീനുണ്ടോ എന്നാ നോക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മദീനത്തു മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു. വലിയ ഒരു മുതലാളിയുടെ വീട്ടിലെ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരനാണ് മുബാറക്. ഒരു ദിവസം മുബാറക്കിന്റെ മുതലാളിയുടെ മകള്, കോടീശ്വരിയായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകളെ പെണ്ണ് കാണാൻ ഒരാൾ വന്നു. ഉടനെ മുബാറക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുബാറക്കേ, എൻ്റെ വീട്ടിൽ വിരുന്നുകാര് വന്നിരിക്കുന്നു, നീ മുന്തിരി തോട്ടത്തിൽ പോയിട്ട് നല്ല മധുരമുള്ള ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവാ. മുബാറക്ക് എന്ന് പറയുന്ന അടിമ പോയിട്ട് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വല്ലാത്ത പുളിപ്പ്. മുബാറക്കിനോട് പറഞ്ഞുടാ, എൻ്റെ മകളെ പെണ്ണ് കാണാൻ ആള് വന്നിരിക്കുകയാ, മധുരമുള്ളത് പറിച്ചു കൊണ്ടുവാടാ. മുബാറക്ക് രണ്ടാമതും പോയി ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് തൻ്റെ യജമാനന്റെ കയ്യിൽ കൊടുത്തു. അത് കഴിച്ചു നോക്കുമ്പോൾ വല്ലാത്ത കയ്പ്. യജമാനന്റെ മുഖം ചുമക്കാൻ തുടങ്ങി. ശബ്ദത്തിന് ഗാംഭീര്യം കൂടി. എടാ മുബാറക്ക്, നിന്നോട് മധുരമുള്ളത് പറിച്ചു കൊണ്ടുവരാനാ പറഞ്ഞേ. മുബാറക്ക് മൂന്നാമതും പോയി ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തപ്പോ അതിന് വല്ലാത്ത കയ്പും വല്ലാത്ത പുളിപ്പും. യജമാനൻ വിചാരിച്ചു മുബാറക്ക് കളിയാക്കുകയാണെന്ന്. തല്ലാൻ തുടങ്ങി മുബാറക്കിനെ. എടാ, തല്ല് നിനക്കറിയില്ലേടാ, മധുരമുള്ളതും മധുരമില്ലാത്തതും ഏതാണെന്നറിയില്ലടാ. എനിക്കറിയില്ല. തല്ലുകൊള്ളുമ്പോ മുബാറക്ക് പറയുന്നുണ്ട്, എനിക്കറിയില്ല. എടാ, 10 വർഷമായില്ലേടാ ഈ മുന്തിരിത്തോട്ടത്തിൽ നീ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, നിനക്ക് മധുരമുള്ളതും ഇല്ലാത്തതും അറിയില്ലേ എന്ന് പറഞ്ഞ് തല്ലുമ്പോ മുബാറക്ക് എന്ന് പറയുന്ന അടിമ പറഞ്ഞ മറുപടി, 10 വർഷമായി ഈ മുന്തിരിത്തോട്ടത്തിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾ തിന്നാൻ എനിക്ക് അനുവാദം തന്നോ? ഒരു മുന്തിരി പറിച്ച് തിന്നൂ എന്ന് പറഞ്ഞ് ഇന്നുവരെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്ക് അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ താഴെ കിടക്കുന്ന ഒരു മുന്തിരി പോലും ഞാൻ എടുത്ത് കഴിച്ചിട്ടില്ല. കഴിച്ചു നോക്കിയാലല്ലേ മധുരമുള്ളതും മധുരമില്ലാത്തതും എനിക്കറിയൂ. സുബ്ഹാനല്ലാഹ്. യജമാനൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. എടോ, 10 കൊല്ലം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് അവിടെ താഴെ വീണ ഒരു മുന്തിരി പോലും ആ ചെറുപ്പക്കാരൻ എടുത്ത് കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ അവൻ്റെ സത്യസന്ധത എന്താണെന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെ ഈമാൻ പറയാനാ? പാവപ്പെട്ടവൻ ഗൾഫിൽ പോയി, ഇവൻ്റെ കഷ്ടപ്പാട് കണ്ടപ്പോൾ അറബി ജോലി കൊടുത്തു. അറബി ഇപ്പോൾ യത്തീംഖാനയിലും ഇവൻ നാട്ടിലെ കോടീശ്വരനുമാ. എടാ, അവിടെ പോയപ്പോൾ അതാ മുതലാളിക്ക് തന്നെ പണി കൊടുക്കുന്ന തൊഴിലാളിയില്ലേ, മുതലാളിക്ക് തന്നെ ആദ്യം കൊടുക്കും. ഇതാ നല്ലവനാ, ചെറുപ്പക്കാരൻ, നമസ്കാരമുണ്ട്, നോമ്പ് പിടിക്കും, കാണാനൊക്കെ സുന്ദരൻ, നല്ല പയ്യനാ, ക്യാഷറായിട്ട് ഇരുത്തണ്ട, അതിനകത്തെല്ലാം ഉണ്ട്. നമുക്കൊരവസരം കിട്ടിയാൽ നമ്മൾ മുതലാക്കുന്നവരാ. 10 കൊല്ലമായിട്ട് ഒരു മുന്തിരി പോലും പറിച്ച് കഴിക്കാത്ത ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്ക്. അദ്ദേഹം കരയാൻ തുടങ്ങി.
വീട്ടിലേക്ക് ചെന്നു. പെണ്ണ് കാണാൻ വന്നവരൊക്കെ പറഞ്ഞു വിട്ടു. എന്നിട്ട് തൻ്റെ പൊന്നാര മകളെ വിളിച്ചു, മോളെ എന്തായി വാപ്പ? വന്നവരൊക്കെ അവരൊക്കെ പോയി. എന്നിട്ട് വാപ്പ പറഞ്ഞു, നിന്റെ കല്യാണം ഞാൻ ഉറപ്പിച്ചു, നിന്റെ കല്യാണം ഞാൻ ഉറപ്പിച്ചു. നിനക്ക് ഞാനൊരു പുതിയാപ്പളയെ കണ്ടെത്തി. ഈ സുന്ദരിയായ കോടീശ്വരൻ്റെ മകള് ചോദിക്കുന്നു, ആരാ വാപ്പ? നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന മുബാറക്കില്ലേ, ഓനെയാണ് നിന്നെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഈ പെൺകുട്ടി ചോദിച്ചു, അതെന്തേ വാപ്പ? ഓനെ കണ്ടല്ലോ, ഓനെ കണ്ടല്ലോ. ആ സമയത്ത് വാപ്പ പറഞ്ഞ മറുപടി, അവനെക്കാളും അള്ളാഹുവിനെ പേടിയുള്ള ഒരാളെ ഇനി കിട്ടൂല. ഇവനെക്കാളും ഒരു നല്ലവനെ മരിക്കണ കാലം വരെ തെരഞ്ഞാലും കിട്ടൂല. ആ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വാപ്പ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ മക്കൾ എന്തോ പറയും? ഈ കാലഘട്ടത്തിൽ 2024 പെൺകുട്ടികൾ 10ാം ക്ലാസ്സിലും +1-ലും +2-ലും ഡിഗ്രിക്കും പഠിക്കുന്ന പെൺകുട്ടി ഒരു ദിവസം വാപ്പാടെ അടുത്തിട്ട് വന്ന് പറയും, വാപ്പാ നിങ്ങൾ കഷ്ടപ്പെടേണ്ട, ഞാൻ തന്നെ ഒരെണ്ണത്തിന് നോക്കി വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് ഞാൻ തന്നെ ഒരെണ്ണത്തെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് കെട്ടിച്ചു തന്നാൽ മതി. അപ്പോൾ വാപ്പ ചോദിക്കും, മോളെ അവൻ കള്ളുകുടിയനാ, അവൻ അങ്ങനത്തവനല്ലേ? അതൊന്നും കുഴപ്പമില്ല വാപ്പ, എനിക്ക് അവനെ തന്നെ മതി. ഞാൻ കല്യാണത്തിന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സമ്മതിക്കൂല, ഞാൻ അവൻ്റെ കൂടെ തന്നെ പോകത്തുള്ളൂ വാപ്പ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ മക്കൾ പറയുന്ന അങ്ങനെ, അവർ വാപ്പാടെ ജോലി ഭാരം കുറയ്ക്കാൻ അവർ തന്നെ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ വാപ്പായ്ക്ക് ജോലിയൊന്നുമില്ല, മാതാപിതാക്കൾക്ക് ജോലിയൊന്നുമില്ല, മക്കൾ തന്നെ കണ്ടെത്തുകയാണ്. ആണും പെണ്ണും അവർ തന്നെ അവരുടെ ജോഡികളെ കണ്ടെടുക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എടോ ഈ പെണ്ണിന് വിവാഹം കഴിച്ചു കൊടുത്തു മുബാറക്കിനെ. മുബാറക്ക് എന്ന് പറയുന്ന അടിമയും ഈ പെണ്ണും കൂടെ കുടുംബജീവിതം നടത്തിയപ്പോൾ അള്ളാഹു ഇവർക്കൊരു മകനെ കൊടുത്തു. അള്ളാഹു ഇവർക്കൊരു മകനെ കൊടുത്തു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു, ലോകമറിയുന്ന പണ്ഡിതൻ, ലോകമറിയുന്ന പണ്ഡിതൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല ഉമ്മമാര് വളർത്തിയാൽ, നല്ല ഉമ്മമാര് വളർത്തുന്ന മക്കൾ ഒരിക്കലും തലതിരിഞ്ഞു പോകൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, സംഘാടത പെണ്ണുങ്ങള് നിങ്ങളെ മോശമായി പറഞ്ഞതല്ല. ഏത് വഴുതു പറയുന്ന ഉസ്താദും ഞങ്ങളെയാണ് കുറ്റം പറയുന്നത്. പെങ്ങളെ വെറുപ്പുള്ളത് കൊണ്ടല്ല, നിങ്ങൾ നന്നാകണം പെങ്ങള്, നിങ്ങൾ നന്നാകണം പെങ്ങള്. ആണുങ്ങളെ ഒന്നും പറയാതെ പെണ്ണുങ്ങളെ കുറ്റം പറയുന്നു എന്ന് പറയുന്ന ഉമ്മ, നിങ്ങൾ നന്നായ ലോകം തന്നെ നന്നാകും പെണ്ണേ. ഈ പെണ്ണുങ്ങൾ പറയാറുണ്ട്, ഏത് വാഴ് പറയണ ഉസ്താദ് ഞങ്ങളെയാ പറയണേ. നിങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, ഒരു പെണ്ണ് നന്നായ ആ വീട്ടിലെ മക്കൾ നന്നാകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ. എടോ, താടിയിലും തഴമ്പിലും ഒന്നും കാര്യമില്ല. നീ എത്ര വലിയ വാഴ് പറയുന്നവനാണെങ്കിലും, ഹാജിയാരാണെങ്കിലും, ഏത് പള്ളിയിലെ ഇമാമാണെങ്കിലും, നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നിന്റെ മക്കൾ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹ് കാക്കുമാറാകട്ടെ. തെളിവ് വേണോ? തെളിവ് വേണോ? 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയ ഷൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. ഒരു പ്രവാചകന്റെ പേരാ പറഞ്ഞേ. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? പറ, വിശ്വസിച്ചോ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? വിശ്വസിച്ചോ? ഒരു പ്രവാചകന്റെ ഭാര്യ, സാധാരണ പ്രവാചകനല്ല, 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബി. ആ നബിയുടെ ഭാര്യ പടച്ച റബ്ബിന് വിശ്വാസമില്ലാത്തവളായിരുന്നു. തൻ്റെ പൊന്നാര മകൻ തൂഫാൻ എന്ന് പറയുന്ന വെള്ളത്തിൻ്റെ അകത്ത് മുങ്ങി മരിക്കുന്നത് ആ വാപ്പയ്ക്ക് കാണേണ്ടി വന്നു. യാ ബുനയ്യ, നൂഹ് നബി വിളിച്ച വിളി, എടാ പൊന്നുമോനെ, ഉപ്പാന്റെ പൊന്നുമോനെ, ഈ കപ്പലിൽ കയറടാ, അല്ലാടാ അതാ പാടാ, രക്ഷപ്പെടില്ലടാ. വാപ്പയാ വിളിക്കുന്നത്, കേറ്. അവ എന്താ പറഞ്ഞേ? വാപ്പാ, ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടും, വാപ്പാടെ പണി നോക്കിക്കൊള്ളാൻ. എടാ, 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാത്തവളായപ്പോ മക്കള് തലതിരിഞ്ഞു പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ.
ആ പ്രവാചകന്റെ ഭാര്യയും അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവളായിരുന്നു. പൊന്നാര മക്കളും പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു പെണ്ണ് നല്ലവളല്ലെങ്കിൽ ഉണ്ടാകുന്ന വിഷയം ഇതാ, അതാരായാലും. അപ്പോൾ പെണ്ണ് നല്ലവളാകണം, നല്ലവളെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചല്ലോ, മഹാനായ നബി തങ്ങൾ പറഞ്ഞു തന്നല്ലോ. നിക്കാഹിന് പോകുമ്പോ ഉസ്താദന്മാര് ഖുതുബ ഓതുമല്ലോ. ആ ഖുതുബ ഓതുമ്പോ പറയുന്ന 4 കാര്യമുണ്ട്. തുൻകഹുൽ മർഅതു ലി അർബഈൻ, 4 കാര്യങ്ങൾ ഉസ്താദന്മാര് പറഞ്ഞു തരാറുണ്ട്. മോനെ, പെണ്ണ് കെട്ടുന്നവന് പരിഗണിക്കേണ്ട 4 കാര്യങ്ങളൊന്ന് സമ്പത്തല്ല, 2 സൗന്ദര്യമല്ല, കുടുംബമഹിമയല്ല. നീ സമ്പത്ത് നോക്കിക്കോ, സൗന്ദര്യം നോക്കിക്കോ, കുടുംബമഹിമ നോക്കിക്കോ. ദീനാണ് പരിഗണന കൊടുക്കേണ്ടത്, ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത്, ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത്. സമ്പത്തിനല്ല, സൗന്ദര്യത്തിനല്ല, കുടുംബമഹിമയ്ക്കല്ല. കെട്ടുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എടാ, പെണ്ണ് കെട്ടുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞില്ലേ, എടാ മോനെ, നീ സമ്പത്തിനല്ലടാ പരിഗണന. എടാ, ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പണമുള്ളതിന് മതി. ഇന്നത്തെ കാഴ്ചപ്പാട് അങ്ങനെ. വയസ്സ് കൂടിയാലൊന്നും കുഴപ്പമില്ല, ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പണം ഉണ്ടെങ്കിൽ കെട്ടാൻ റെഡിയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവക്ക് തലയിൽ തുണിയുണ്ടോ വേറെ എവിടെങ്കിലും തുണിയുണ്ടോ അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മൾ നോക്കുന്നില്ല. ഇന്ന് ഈ ഉമ്മത്തിന് പണം മതി. അതുകൊണ്ട് തന്നെയല്ലേ 101 പവനും കാറും കൊടുക്കാന്ന് പറഞ്ഞിട്ടും പറ്റാത്തത്. ഉമ്മായി വാപ്പായും പറയും, പെണ്ണൊക്കെ കൊള്ളാം, നല്ല പെണ്ണൊക്കെ തന്നെ, ദീനൊക്കെ ഉണ്ട്, പക്ഷെ പൈസ ഇല്ലടാ, വേണ്ടടാ. എൻ്റെ പൊന്നാര ചെറുപ്പക്കാരാ, വേണ്ട. ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, മക്കളെ, ഒരിക്കലും പെണ്ണിൻ്റെ സമ്പത്ത് കണ്ടിട്ട് കല്യാണം കഴിക്കരുത്. ആര് പറഞ്ഞാലും പെണ്ണിൻ്റെ സമ്പത്ത് കണ്ടിട്ട് വിവാഹം കഴിക്കരുത്. ദീനില്ല, പണമുണ്ട്, കല്യാണം കഴിക്കരുത്. നബിതങ്ങൾ പറഞ്ഞു, മൻ തസവ്വജൽ ഇംറാത്തി മാലിഹ, ഏതെങ്കിലും ഒരാള് പെണ്ണിന്റെ പണം കണ്ടിട്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. എത്ര ഏക്കർ കണക്കിന് മേടിച്ചാലും 101 പവനും ബെൻസ് കാറും മേടിച്ചവനാണെങ്കിലും യത്തീംഖാനയിലാകും നീ. പെണ്ണിന്റെ പണം കണ്ടിട്ടൊരിക്കലും വിവാഹം കഴിക്കരുത്. പെണ്ണിന്റെ പണം കണ്ടിട്ട് വിവാഹം കഴിക്കാൻ പാടില്ല. അതൊക്കെ ഗൾഫിൽ. ഞാൻ മക്കത്ത് പോയപ്പോൾ ജബലിനൂർ കയറാൻ ഇങ്ങനെ പോയപ്പോൾ എല്ലാവരും മലമുകളിൽ കയറി. ഞാനിങ്ങനെ താഴെ ഇരിക്കുമ്പോൾ കുറേ അറബികളിങ്ങനെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പോയിരുന്നപ്പോൾ ഒരു ചങ്ങാതി കണ്ടു. നല്ലപോലെ സംസാരിച്ചു. ഇങ്ങനെ സംസാരിച്ചതിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു, നീ പെണ്ണ് കെട്ടിയോന്ന്? കെട്ടിയില്ലാന്ന്. എന്ത് ചോദിച്ചു? ഫുലൂസില്ലെന്ന്. അപ്പം അവൻ പറയാ, സൗദിയിൽ ഒരു പെണ്ണിനെ കെട്ടണമെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞടാ ചങ്ങാതി, കേരളത്തിൽ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുമെന്ന്. ഞാൻ വരുന്നു ഉസ്താദേന്ന്. അവൻ പറയുന്നത്, പെണ്ണിനെ വിവാഹം കഴിക്കണമെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കണം. എത്ര റിയാലെന്ന് പറഞ്ഞു. എത്രയോ റിയാൽ. അപ്പം എൻ്റെ കൂടെ വന്ന ചങ്ങാതി പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ പൈസ ഇങ്ങോട്ട് കിട്ടുമെന്ന്. അവൻ ചോദിക്കാൻ, ഞാൻ വരട്ടെ എന്ന്. എടോ, പെണ്ണിന് അങ്ങോട്ട് കൊടുത്ത് വിവാഹം കഴിക്കണമെന്നാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മാക്സിമം ഊറ്റാൻ നോക്കും, ഇങ്ങോട്ട് എത്ര കിട്ടുമെന്ന് നോക്കാം. പിന്നെ ചില ബിരുദന്മാരുണ്ട് ഒന്നും പേടിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. പാപ്പായ്ക്ക് 2 സൂപ്പർ മാർക്കറ്റോ ഏക ഒരു മോളേ ഉള്ളൂ, 2 വീടുണ്ട്, വലിയ കാറും ഒക്കെ ഉണ്ട്. അവിടെ പോയിട്ട് പറയാം, എനിക്കൊന്നും വേണ്ടാന്ന്. അവൻ അറിയാൻ കിട്ടുമെന്ന്. അങ്ങനെയല്ല, ഒരിക്കലും തരുന്നത് വേറെ, ചോദിച്ചു വാങ്ങുന്നത് വേറെ. സ്ത്രീധനമൊന്നും ചോദിക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെണ്ണിൻ്റെ പണം കണ്ടിട്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ നിനക്ക് അള്ളാഹു ദാരിദ്ര്യം തരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാണായാലും പെണ്ണായാലും. ഇന്നത്തെ പെണ്ണിൻ്റെ കാഴ്ചപ്പാടെന്താ? പെണ്ണുങ്ങൾ പറയുന്നത്, പോട്ടെ ഞാൻ പറയുന്നില്ല, പെണ്ണുങ്ങൾ എന്തെങ്കിലും പറയാൻ എനിക്ക് പേടിയാ, കേസ് ഒരുപാടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവരെ ഒന്നും പറയാൻ പറ്റൂല. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ 29 കേസുണ്ട് എനിക്ക്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ.